ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെയിൽ കൊണ്ട് ടാൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന നമ്മുടെ സ്കിന്നിൻ്റെയും ബോഡീൻ്റെ കളറിനെ മാറ്റിമറിക്കുന്ന ഒരു പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്പെഷ്യലായിട്ട് യൂസ് ആകുന്നത് നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുന്നവർ, അതായത് വീട് വിട്ടിട്ട് വർക്കിന് പോകുന്നവർ, കോളേജ് സ്കൂളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഹോസ്റ്റലുള്ളവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നത്? പറ്റും. അത് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വയ്ക്കാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പാക്കിന് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉഴുന്ന് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിൽ ഉലുവ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇത് പൊടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ എടുക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് അരിപ്പൊടിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയാണ് ഉള്ളതെങ്കിൽ പച്ചരി എടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഉഴുന്ന് വന്നിട്ട് 2 ടേബിൾ സ്പൂണും അതിൻ്റെ പകുതി അളവിൽ 1 ടേബിൾ സ്പൂണ് ഉലുവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അരിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം കേട്ടോ. മൂന്നും കൂടി നമുക്ക് പൊടിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ പൊടിക്കണമെന്നില്ല. ഞാനൊരു ഇതിൻ്റെ റേഷ്യോ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ പൊടിക്കട്ടെ. ഈ ഒരു റേഷ്യോയിൽ നിങ്ങൾ പൊടിച്ചെടുത്താൽ മതി. ഓക്കെ, മിക്സിയിൽ ഈ 3 സാധനം ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുക്കുക. നമ്മൾ അരിപ്പി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ഇതുപോലുള്ള തരിതരിപ്പിലൊരു സംഭവം ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ഫേസിൽ പറ്റില്ല, നമുക്ക് ബോഡിയിലോ അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ആമിലൊക്കെ നമുക്ക് സ്ക്രബ്ബറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം കൂടിയാണ്. ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ടത് ഈ ഒരു പൊടിയാണ് കേട്ടോ. ഈ 3 കൂടി പൊടിച്ചിട്ടുള്ള നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടിയാണ് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാനുള്ളത്. നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടോളൂ. എനിക്ക് വലിയ ടാന് കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ ഫേസിലില്ല. അതുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ കാണുമെന്ന് എനിക്കൊരു ഡൗട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത്യാവശ്യം ടാൻ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഒരു സ്ലീവ് മാറ്റുമ്പോൾ ആ ഒരു മേൽഭാഗം താഴ്ഭാഗം ചെറിയ രീതിക്ക് ഒരു ടാൻ അറിയുന്നുണ്ട്. പക്ഷേ വലിയ കാര്യത്തിലില്ല, എന്നാലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഇത് പാക്കൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. ഇത് എന്താണ് വെച്ചാൽ ഇത് കഞ്ഞിൻ്റെ വെള്ളമാണ് കേട്ടോ. കഞ്ഞിൻ്റെ വെള്ളം തലേ ദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കട്ടയായിട്ട് കിട്ടും കേട്ടോ. നല്ല ജെല്ലി ആയിട്ട് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിലുള്ളവരൊക്കെയാണ് ഇപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ആലോവേര ജെൽ ഉണ്ടാവുമല്ലോ, നമുക്ക് ബോട്ടിലായിട്ട് കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് മിക്സ് ചെയ്യാം, കുഴപ്പമില്ല. കുറച്ചും കൂടി എഫക്റ്റ് ആവുന്നത് കഞ്ഞിൻ്റെ വെള്ളമാണ്. കഞ്ഞിൻ്റെ വെള്ളം കിട്ടുന്നവരാണെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഫേസിൽ പകുതി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡിഫറൻറ്റ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഫേസിൽ വലിയ ടാൻ ഇല്ലാത്തതുകൊണ്ട് മേ ബി നമുക്ക് ആ ഒരു റിസൾട്ട് ക്യാമറയിൽ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫേസിൻ്റെ പകുതിയായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടാന് ഫേസിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും എന്താ പറയുക, ആ ഒരു ഡൾനെസ് മാറിയിട്ടൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബ്രൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൈറ്റനിങ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് ആ ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ്, നമ്മുടെ ഒരു ഫേസ് ഒരു ഡള്ളായിട്ട് ഇരിക്കും. നമുക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മുടെ ഫേസ് ഡള്ളാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൻ്റെ ഒരു 1 സൈഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്കെന്നാൽ മാത്രമേ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. മേ ബി നമ്മുടെ ഫേസിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലെങ്കിൽ, ടാൻ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ കയ്യിലെങ്കിൽ ടാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാൻ നമുക്ക് ആ ഒരു റിമൂവ് ആയിക്കാൻ മനസ്സിലാവണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതായത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിക്ക് നോയ്സ് ഉള്ളത് കൊണ്ടും വീട് പണിയൊക്കെ തൊട്ടടുത്തൊക്കെ നടക്കണം, അതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കുന്നത്. പാക്ക് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 20 minutes later. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം എൻ്റെ കയ്യിലുള്ളതൊക്കെ നല്ല രീതിക്കൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഫേസിൽ നമ്മൾ കുറച്ച് തിക്കായിട്ട് ഇട്ടത് കൊണ്ട് നമുക്ക് ഡ്രൈ ആവണം എന്നില്ല കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ കോട്ടൺ തുണി മുക്കി നനച്ചെടുത്തിട്ട്
തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫേസിൽ വലിയ വ്യത്യാസമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേസിൽ ടാൻ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ടാൻ റിമൂവൽ പാക്ക് ആയതുകൊണ്ട് ടാൻ റിമൂവ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ക്യാമറയിൽ കാണാത്ത രീതിക്ക്, അതായത് എനിക്ക് നേരിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് എൻ്റെ ഫേസ് ഒന്ന് ഒരു ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്കൊരു ടയർനെസ്, ഒരു ടയേർഡായിട്ടുണ്ടായിരുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ, നല്ല രീതിക്കൊന്നും ഫ്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസിൻ്റെ കാര്യം വിടാം. നമ്മുടെ ടാൻ ഉണ്ടായത് നമ്മുടെ കയ്യിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കയ്യിലൊന്ന് തുടച്ചൊന്ന് നോക്കാം കേട്ടോ. നല്ല രീതിക്ക് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. വൃത്തിയായി തുടച്ചിട്ട് ഞാൻ വെളിയിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. വെളിയിൽ വന്നാലേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ വെളിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഗൈസ് എത്രത്തോളം നമ്മളുടെ ടാൻ റിമൂവ് ആയിട്ടുള്ളത്. ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നമ്മുടെ ആ ഒരു ചേഞ്ച് ആ ഒരു ഫസ്റ്റ് യൂസിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ സാധാരണ റീൽസും മറ്റേ യൂട്യൂബിലെ കുറേ വീഡിയോ കാണാറുണ്ട്, ഒരുമാതിരി വൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വരുന്നത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കളർ കാണുമ്പോൾ തന്നെ, ആ ഒരു ചേഞ്ചസ് കാണുമ്പോൾ തന്നെ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ വന്നിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ ഫേസിലാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എൻ്റെ ഫേസിൽ വലിയ ടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ അനിയനെ കിട്ടിയപ്പോൾ അനിയൻ്റെ അടുത്ത് ഫേസിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അനിയൻ ഈ ഒരു പാക്ക് വന്നിട്ട് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 2-3 വട്ടമായിട്ട്. പിന്നെ ഒരാഴ്ചയായിട്ട് അവൻ യൂസ് ചെയ്യാണ്ട്, അപ്പോൾ പിന്നെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫേസിൽ കാണിക്കണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഫേസിലത്തെ കാര്യം അവൻ്റെ ബിഫോറുള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവൻ നെറ്റിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അവന് കുറച്ചൊരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫേസിൽ ടാൻ ഇല്ലാത്തതുകൊണ്ട്, മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ അനിയൻ്റെ ഫേസിൽ ഇട്ടത് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ പാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്? നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അതിൽ വലിയ റിസൾട്ട് ഒന്നും കണ്ടില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ഫേസിൽ ടാൻ ഒന്നും ഇല്ല എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നാമത് വിറ്റമിൻ സി സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കൊണ്ടും ഞാൻ അതിൽ പുറത്ത് പോകാത്തത് കൊണ്ടും ഫേസ് എന്തായാലും ഞാൻ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുന്നതുകൊണ്ട് എൻ്റെ ഫേസിൽ അത്ര ടാൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് റിസൾട്ട് അറിഞ്ഞില്ല. ടാൻ ഇല്ലാത്തൊരു സ്കിന്നാണെങ്കിൽ, ഫേസ് ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് ഒന്നും ബ്രൈറ്റ് അല്ലാണ്ട് ഒരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് കുറച്ചൊന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾ ക്യാമറയിലൂടെ കണ്ടിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? പൊതുവേ നമ്മൾ ഇതുപോലെ റീൽസിലും എന്താ പറയുക യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബ്രൈറ്റ് ആക്കുന്ന, ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നു, കളർ കൂട്ടുന്നു എന്നുള്ളതൊക്കെ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ കളർ കൂട്ടാനൊന്നും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട പോലെ, യൂട്യൂബിൽ റീൽസിലൊക്കെ കണ്ട പോലെ പറഞ്ഞാൽ ഒരുമാതിരി വൈറ്റ്, എന്താ പറയുക, ഒരു പൗഡറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തതിന്, ടാൽക്കൻ പൗഡറൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ഒരു വൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് ആ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ, അതിൽ പറയുന്ന പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു റിയാക്ഷനിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും അതൊരു പെർമനന്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസിബിളായിട്ട് നിങ്ങൾ കണ്ട ഒരു സംഭവമാണ്. ഭയങ്കര ആ ഒരു ഡൾനെസ്, ആ ഒരു ലെയർ, നമ്മുടെ ഒരു സ്കിന്നിന്റെ ഒരു കളർ ഉണ്ടാവുമല്ലോ, ഒരു പടി ഒരു ഇമ്പ്രൂവ് ആയ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. ആ ഒരു ടാൻ റിമൂവ് ആയി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ ആഫ്റ്ററും ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ അനിയൻ്റെ ഫേസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവനാണ് കുറച്ചുകൂടെ ടാൻ ഉള്ളത്. അപ്പോൾ അവന് പറഞ്ഞാൽ ഒരുപാട് ദിവസത്തെ ഒരു ടാനാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസത്തെ ഒന്നും അല്ല, ഒരുപാട് ദിവസത്തെ ടാനാണ്. അവ ബൈക്കിലൊക്കെയാണ് ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് ദൂരമൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് വരുന്ന ആളാണ്. അതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ടാൻ ഉണ്ട്. അവ ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഭയങ്കരമായ റിസൾട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂസിൽ ഒരിക്കലും എവിടെയും കിട്ടത്തില്ല. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ട് അവൻ്റെ ടാൻ അങ്ങനെ ഫേസിൽ ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് ഒരു 2-3 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അവന് ആ ഒരു നമ്മൾ യൂസ് ചെയ്ത് ഫസ്റ്റ് ഒരു വാഷ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു
എന്താ പറയുക, ഒരു ഇരുണ്ട ഒരു മുഖം ഉണ്ടാവില്ല, അതൊന്ന് റിമൂവ് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണും. അത് നിങ്ങൾ ശരിക്കും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചിലവില്ലാത്തൊരു കാര്യം കൂടെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തതിന് എന്തായാലും നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഇന്ന് ഒന്ന് പുറത്ത് പോയിട്ട് വന്നു, ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ ആ പാക്ക് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. അത് എന്ന് തന്നെയാണെങ്കിലും നമ്മൾ ടാൻ റിമൂവ് ചെയ്യണമെങ്കിൽ അന്ന് രാത്രി തന്നെ അത് റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വേയിക്കും തോറും അത് അങ്ങനെ നമ്മുടെ സ്കിന്നുമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതാണ് നമ്മൾ ഒരുപാട് ദിവസമൊക്കെ ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. പക്ഷെ അപ്പം ഉള്ളത് അപ്പം റിമൂവ് ചെയ്തതിന് അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീം യൂസ് ചെയ്യാൻ മറക്കരുത്. സ്കിൻ കെയറും ഒപ്പം ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് നീറ്റായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.